പ്രാവിനെ പോൽ രണ്ടു ചീറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നിന്റെ മണവാളൻ സന്നിധോ. സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. ഞാനിനി പത്രമെടുക്കുകയാണ്. ഈ പത്രങ്ങൾ ഏതാനും ദിവസം മുമ്പ് മനോരമയിൽ വന്ന വാർത്തയാണ്. ഏതാനും ദിവസം എൻ്റെ കയ്യിലിരിക്കുന്ന പത്രങ്ങൾ, അതായത് ഡിസംബർ, ഈ മാസം 3-ാം തീയതി വന്നതും ഡിസംബർ 2-ാം തീയതി വന്നതും ഈ മാസം ഡിസംബർ 1-ാം തീയതി വന്നതുമാണ്. എന്താ സംഭവം എന്ന് ഞാൻ പറയാം. മാനവികതയ്ക്കായി ഒന്നിക്കാം, മാനവികതയ്ക്കായി ഒന്നിക്കാം. മാർപ്പാപ്പ ആ വലിയ തലക്കെട്ടാണ്. സംഭവം എന്നാണെന്നറിയാമോ? ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, നമ്മുടെ ശിവഗിരി മഠത്തിൽ നിന്ന്, ഇവിടെ നിന്ന് അതിൻ്റെ സന്യാസിമാർ വത്തിക്കനിൽ പോയി പോപ്പുമായിട്ട് കണ്ട് അവിടെ മീറ്റിംഗ് നടക്കുകയാണ് ഒരു മതത്തിനു വേണ്ടി. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു മതം, ഒരു ദൈവം, ഒരു ജാതി. അതിൻ്റെ പൂർത്തീകരണം ദേ വരുന്നു. ഞാൻ വായിക്കാം, ചിലത് വായിക്കാം. യെസ്, മാനവികതയുടെ മതസൗഹാർദ്ദം, അവകാശങ്ങൾ, കടമകൾ, മാന്യതകൾ തുടങ്ങി എല്ലാറ്റിലും തുല്യമായ ഏകോദര സഹോദരങ്ങളായി സ്നേഹത്തിൽ ജീവിക്കാനാണ് ദൈവം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്. 2019 ഫെബ്രുവരി 4 അബുദാബിയിൽ അൽ അസൽ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബിന് ഞാൻ, അതായത് പോപ്പ് പറയുക, ഞാൻ ഒപ്പുവെച്ചു ലോക സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള കൂട്ടായ്മയുടെ രേഖയാണ് ഒപ്പുവെച്ചത്. മതങ്ങളെ ഒന്നിപ്പിക്കുവാൻ നമ്മുടെ കേരളത്തിൽ നിന്ന്, എന്നെ പ്രിയപ്പെട്ടവരെ, ശിവഗിരി മഠത്തിൽ നിന്ന് അവർ പോയി. ഏതാനും ദിവസത്തെ മീറ്റിംഗ് അവിടെ നടന്നു. ശ്രീനാരായണ ഗുരു എഴുതിയ ബുക്ക് മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. ഇതിനകത്ത് ആരൊക്കെ പങ്കെടുത്തെന്നറിയാമോ? ചുരുക്കി പറയാം, എൻ്റെ കയ്യിലുള്ള പടം മനോരമയിൽ വന്ന പടമാണ്. ഇവിടെ സാദിഖാലി തങ്ങള് മാർപ്പാപ്പയുമായി അവിടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ മഠത്തിലുള്ളവർ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞു നോക്കുക, ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം പ്രാർത്ഥന എല്ലാ ഭാഷയിലും മൊഴിമാറ്റി പ്രസിദ്ധീകരിച്ചു. ലോക സമാധാനത്തിനും മതചിന്ത വെടിഞ്ഞ് നോക്കണം, ലോക സമാധാനത്തിന് മതചിന്ത വെടിഞ്ഞ് എല്ലാ മനുഷ്യരും പ്രവർത്തിക്കണമെന്ന ആഹ്വാനത്താൽ വത്തിക്കനിൽ ശിവഗിരി സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ പരിസമാപ്തിയായി. നല്ല മനുഷ്യത്വത്തിനായി മതങ്ങൾ ഒരുമിക്കണം എന്ന സമ്മേളനം, എന്ന സന്ദേശം സമ്മേളനത്തിൽ എല്ലാ രാജ്യങ്ങളിലും മതമേലക്ഷ്യന്മാരെ എത്തിക്കണം. ആത്മീകതയും സമാധാനവും. ഇനിയും ഇവിടെ കേരളത്തിൽ ആലുവയ്ക്കടുത്ത് ശിവഗിരിയിൽ നിങ്ങൾ കേട്ടോണം, ശിവഗിരിയിൽ സർവമത ആരാധനാ കേന്ദ്രം സ്ഥാപിക്കും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പ്രാർത്ഥനാ കേന്ദ്രവും ധ്യാന മണ്ഡപവും ഉൾപ്പെടെ ലോക നിലവാരമുള്ള മന്ദിരങ്ങൾ രൂപരേഖയുടെ സമർപ്പണം ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിച്ചു. ഇവിടെ ശിവഗിരിയിൽ 3 മതങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് കൊടുത്തു. അതിൻ്റെ ചിത്രം പോലും ഇതിനകത്തുണ്ട്. എനിക്കെല്ലാം വായിക്കാൻ നിവൃത്തിയില്ല. ഇത് നിസ്സാര വാർത്തയാണോ? ഇത് നിസ്സാര വാർത്തയാണോ? എന്തുകൊണ്ടാണ് നമ്മൾ പാർക്കുന്ന കേരളത്തിൽ നിന്ന് പോലും ഈ സർവമതത്തിനു വേണ്ടി ആളുകൾ ഓടുന്നത്? സൗഹാർദ്ദം, സമാധാനം, ഐശ്വര്യം, മനുഷ്യൻ ഒന്നിച്ചു പാർക്കണം. മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഓർക്കണം, ക്രിസ്ത്യൻ സഭ ഉപദേശത്തോടുള്ള ബന്ധത്തിലാണ്. കത്തോലിക്കർ പറഞ്ഞു
അതായത് രക്ഷയെക്കുറിച്ചുമൊക്കെയുള്ള അതിൻ്റെ ആധികാരികമായ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് വേദപുസ്തകമല്ല, പോപ്പും അവരുടെ കൗൺസിലുമാണ് തീരുമാനിക്കേണ്ടത്. പ്രോട്ടസ്റ്റന്റ്സുകാർ പറഞ്ഞു അല്ല, ബൈബിളാണ് ആധികാരികമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട അകൽച്ച ഇത് രണ്ടും കൂടെയായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ഓർക്കണം, പ്രോട്ടസ്റ്റന്റ് സഭകളുടെ ചില സംഘടനകളുണ്ട്. ഒന്ന് എക്യൂമെനിക്കൽ മൂവ്മെന്റ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും അതിനകത്ത് കാണും. ഈ മതങ്ങളെ ഒന്നിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രവർത്തിക്കുന്നത് പോപ്പാണ്. ഇപ്പോഴത്തെ പോപ്പിന് മുന്നിൽ ഒരു പോപ്പ് ഉണ്ടായിരുന്നു, പോപ്പ് പോൾ രണ്ടാമൻ. അദ്ദേഹത്തെ കുറിച്ചുള്ളത് ഞാൻ കുറിച്ചു വെക്കുകയുണ്ടായി. അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹം ഒരു ഏകലോക ഗവൺമെന്റിന് വേണ്ടിയും ഒരു ഏകലോക മതത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി വളരെ പ്രവൃത്തികൾ നടത്തി. ചുരുക്കി പറയാം, ആ പ്രവൃത്തികൾ നടത്തിയതിൻ്റെ ഫലമായി വലിയ ഡയലോഗുകൾ, വലിയ സംഭാഷണങ്ങൾ മതങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ, ഇംഗ്ലണ്ടിലുള്ള ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ തലവനാണ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പോപ്പുമായിട്ട് 1989 കണ്ട ശേഷം അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരു കൈ ഇങ്ങനെ തൻ്റെ കൈ ഉയർത്തിയിട്ട് ഒരു മോതിരം കാണിച്ചു. ഇത് പോപ്പ് തൻ്റെ കയ്യിലിട്ട മോതിരമാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് വിവാഹ മോതിരമല്ല, ഇത് എൻഗേജ്മെന്റ് മോതിരമാണ്. എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും കൂടെ ഒന്നിക്കുവാനായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് റിംഗ് ആണിത്. ഡയലോഗുകൾ നടക്കുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവിടെ കൊണ്ട് ഡയലോഗ് നിൽക്കുകയല്ല. ഈ ഡയലോഗിനെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ ഓർക്കണം, മറ്റു മതങ്ങളെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മറ്റു മതങ്ങൾ, ഞാൻ ഓർപ്പിക്കട്ടെ, 2008 ജൂലൈ സ്പെയിനിലെ മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സൗദി അറേബ്യയുടെ രാജാവ് കിങ് അബ്ദുള്ള, അദ്ദേഹത്തിന് മെക്കയുടെയും മെദീനയുടെയും കസ്റ്റോഡിയനാണ്. ഇസ്ലാമിക് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സൗദിയിലെ രാജാവ്. കാരണം അവരുടെ പുണ്യഭൂമിയായ മെക്കയും മെദീനയും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ സ്പെയിനിലൊരു സ്ഥലത്ത് ഏതാണ്ട് 300-ലധികം മത നേതാക്കന്മാരുള്ള ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം അതിൻ്റെ ഈ സൗഹൃദിരിക്കുന്ന പോലെ മീറ്റിംഗ് ചെയർ ചെയ്യുകയാണ്. അവിടെ ബുദ്ധിസ്റ്റ് സന്യാസിമാരുണ്ട്, ഹിന്ദുക്കള് ഗുരുക്കന്മാരുണ്ട്, സിഖുകാരുണ്ട്, സൗരാഷ്ട്രിയൻസ് വന്നിട്ടുണ്ട്, യഹൂദ അറബി വന്നിട്ടുണ്ട്, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ അബ്ദുള്ള രാജാവ് എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ അതുപോലെ അങ്ങ് വായിക്കാം. വി ഓൾ ബിലീവ് ഇൻ വൺ ഗോഡ്. നമ്മളെല്ലാം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഹൂ സെൻഡ് മെസ്സഞ്ചേഴ്സ് ഫോർ ദ ഗുഡ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻ ദ വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ. ഈ ലോകത്തിലേക്ക് ദൂതന്മാരെ അല്ലെങ്കിൽ ദൂതുമായി അയച്ചവരെ, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അയച്ച ദൈവമായ ഏക ദൈവത്തിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ഒരു മുസ്ലിം ഭരണകർത്താവ്, അതും സൗദിയിലെ രാജാവ് പറഞ്ഞതാണ്. എന്നെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 2019 വലിയൊരു സംഭവം ഉണ്ടായി. പോപ്പ് ഫ്രാൻസിസ് അബുദാബിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ ഗ്രാൻഡ് ഇമാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ തലവനായ ഇമാം, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് അൽ തയ്യിബ് എന്നാണ്. മുഹമ്മദ് അൽ തയ്യിബും പോപ്പ് പോളും കൂടെ ഒരു ഒപ്പുവെച്ചു. ഒരു വലിയ നിബന്ധനയിൽ ഒപ്പുവെച്ചു ഒരു ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിൽ ഒപ്പുവെച്ചത് എന്താണെന്നറിയാമോ? അതായത് ഹ്യൂമൻ ഫെർട്ടിലിറ്റി, അതായത് സാഹോദര്യ ബന്ധത്തിൽ മതങ്ങളെല്ലാം കൂടെ ഒന്നിക്കാൻ ഒരു ഇസ്ലാമിന്റെ ഇമാമും കത്തോലിക്ക സഭയുടെ പോപ്പും കൂടെ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിന്റെ ഫലമായി 2020 അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ്, അതായത് UAE ഗവൺമെന്റും
ഇസ്രായേൽ ഗവൺമെന്റും ഒക്കെ ആയിട്ട് സമാധാനത്തിലേക്ക് വന്നെന്ന് മാത്രമല്ല, അബുദാബിയിൽ ഒരു ദ്വീപുണ്ട്, സാദിയ തായ്ലൻഡ് എന്ന് പറയും. ഈ സാദിയ തായ്ലൻഡിൽ 3 മതങ്ങളുടെ, അതായത് മുസ്ലിങ്ങളുടെ മോസ്ക്, യഹൂദന്റെ സിനഗോഗ്, ക്രിസ്ത്യാനിയുടെ പള്ളി, ഈ 3 മതങ്ങളുടെ പ്രാർത്ഥനാലയം സാദിയ തായ്ലൻഡിൽ പണിതുയർത്തി. ഏക മതത്തിനു വേണ്ടി ഇപ്പോൾ അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു. പാട്ടെഴുതി ഉണ്ടാക്കി ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്ത്യ മതത്തിൽ നിന്നും യഹൂദ മതത്തിൽ നിന്നുമുള്ളവര് അവർ പാട്ടെഴുതി ഉണ്ടാക്കി ഈ ഏക മതത്തിനു വേണ്ടി, ഏക സഹോദരത്തിനു വേണ്ടി ഉള്ള പാട്ട് എഴുതി ഉണ്ടാക്കി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുലിക്കുടിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. നോക്കുക, ഇവിടെ സഭ മാറ്റപ്പെട്ട ശേഷം ലോകത്തിൽ വരുന്ന ഒരു ഭരണകർത്താവിനെ വെളിപ്പെടുത്തുകയാണ്. മൃഗമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെങ്കിൽ ദൈവജനത്തിന്റെ മറ്റു വേദഭാഗങ്ങൾ പരിശോധിക്കുക. ഉദാഹരണമായിട്ട് ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം എടുക്കണ്ട. അവിടെ നമുക്ക് 4 ലോക സാമ്രാജ്യങ്ങളെ 4 വ്യത്യസ്ത മൃഗങ്ങളിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തിയത്. അതിൻ്റെ ഒരു കാരണം ഇവർക്കൊക്കെ ഈ മൃഗങ്ങളുടെ സ്വഭാവമാണ്. തിന്നുക, കടിച്ചു കീറുക, സമാധാനം എന്തെന്നറിയാതെ അന്യോന്യം കടിച്ചു കീറുന്ന, സംതൃപ്തിക്ക് വേണ്ടി, ഇൻസ്റ്റിക്റ്റിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മൃഗങ്ങളുടെ ക്യാരക്ടറാണ് ഈ പറഞ്ഞ ഭരണകർത്താക്കൾക്കൊക്കെ. അവരന്യോന്യം കൊന്നൊടുക്കുകയാണ്. അവരെ വരച്ചു കാണിച്ചു. ദൈവദാസനായ പ്രിയപുരുഷനായ ദാനിയേലിന്റെ ദൈവം വെളിപ്പെടുത്തിയത് 4 മൃഗങ്ങളിലൂടെയാണ്. അവസാന ഭരണകർത്താവിനെയും വെളിപ്പെടുത്തിയത് ഒരു മൃഗത്തിലൂടെയാണ്. അവന് നമ്മളിവിടെ വായിച്ചതുപോലെ 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. വിശേഷണത്തിലേക്ക് പോകുന്നില്ല. ഇത് എതിർ ക്രിസ്തുവിൻ്റെ വാസ്തവത്തിൽ ദൈവം നമ്മുടെ മുന്നിൽ വരച്ചു തരികയാണ്. ഞാൻ അവിടെ പ്രസക്തമായ ഒരു ഭാഗം മാത്രം എടുക്കാം. അവിടെ നമ്മൾ നോക്കുക, ഈ മനുഷ്യന് ലഭിക്കുന്ന അധികാരം. സിസ്റ്ററെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. 7-ാം വാക്യം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അല്ലയോ പ്രിയപ്പെട്ട കേൾവിക്കാരെ, നിങ്ങളത് ചുവന്ന മഷി കൊണ്ട് വരച്ചു വെക്കണം. എന്താണെന്നറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വെളിപ്പെടുത്തി ഈ ലോകത്തിന്റെ ചരിത്രത്തിന്റെ അവസാനത്തിൽ എഴുന്നേൽക്കുന്ന വിൽക്കി സകല ഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന് മേലും അധികാരം കിട്ടും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആഗോളമായ ഒരു ഭരണകർത്താവ്. നമ്മുടെ കാതുകളിൽ നിന്ന് വീഴുന്ന ശബ്ദമുണ്ടല്ലോ, ആഗോളവൽക്കരണം, ഏകലോക ഗവൺമെന്റ്, ഒരു പുതിയ ലോക വ്യവസ്ഥിതി. വാസ്തവത്തിൽ ഈ സംഭവമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് ആഗോളവൽക്കരണം, ഏകലോക ഗവൺമെന്റ്, ഒരു പുതിയ ലോക വ്യവസ്ഥിതി. ലോകം മുഴുവൻ അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭരണകർത്താവിനെ സഹായിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിനെ കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. മറ്റൊരു മൃഗം. ആദ്യത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറിയെങ്കിൽ 2ാമത്തെ മൃഗത്തെ വായിക്കുന്നു ഭൂമിയിൽ നിന്ന് കയറി. ഇത് രണ്ടും 2 മൃഗങ്ങളാണ്. ഈ 2ാമത്തെ മൃഗം എന്താ ചെയ്യുന്നത്? 12-ാം വാക്യം വായിച്ചു നോക്കുക. അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കും. 1ാമത്തെ മൃഗത്തെ അംഗീകരിക്കുക, ഏകലോക ഭരണകർത്താവിനെ അംഗീകരിക്കുക, ലോക മനുഷ്യരെ അവനെ നമസ്കരിപ്പാൻ ഇടയാക്കി മാറ്റും ഈ 2ാമത്തെ മൃഗം. ആരാണ് ഈ 1ഉം 2ഉം മൃഗങ്ങള്? നമുക്ക് 19-ാം അധ്യായം വരാം.
ലോകത്തിലുള്ളവരെ കബളിപ്പിക്കുകയാണ്, ഭൂമിയിലുള്ളവരെ വഞ്ചിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഭൂമി മടങ്ങി വരുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒന്ന്, നമ്മൾ അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ, അവിടെ നമുക്കത് വെളിപ്പെട്ട് കിട്ടും. 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ കണ്ട മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇവിടെ കണ്ടോ, മൃഗത്തെയും അതായത് എതിർ ക്രിസ്തുവിനെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യനെ ചതിച്ച മൃഗത്തെയും, അടയാളങ്ങളെ മനുഷ്യനെ ചതിച്ച മൃഗത്തെയും മുദ്ര ഏൽപ്പിക്കുകയും അതിന് പ്രതിമ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി. ഒന്നാമത്തെ മൃഗം ഒരു രാഷ്ട്രീയ ഭരണകർത്താവാണെങ്കിൽ രണ്ടാമത്തെ മൃഗത്തിന് കൊടുത്തിരിക്കുന്ന വിശദീകരണം കള്ളപ്രവാചകനാണ്, ഒരു മതത്തിന്റെ നേതാവാണ്, ഒരു മത നേതാവാണ്. അവനൊരു പ്രവാചകനായിട്ട് അഭിനയിക്കുകയാണ്. നമുക്ക് ഇവരെ രണ്ടുപേരെയും കർത്താവ് പിടിച്ചു കെട്ടി തീപ്പൊയ്കയിൽ അടയ്ക്കും, ജീവനോടെ ഇടും. 1000 വർഷം കഴിഞ്ഞ് സാത്താനെ ഈ തീപ്പൊയ്കയിൽ ഇടുവാനായിട്ട് ഈ തീപ്പൊയ്ക വീണ്ടും തുറക്കും. അത് തുറക്കുമ്പോൾ അതിന്റെ 10-ാം വാക്യം നോക്കിയാട്ടെ, 20-ന്റെ 10-ാമത്തെ വാക്യം. 20-ന്റെ അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്ക 1000 വർഷം കഴിഞ്ഞ് തുറക്കുമ്പോഴും ആ തീപ്പൊയ്കയിൽ അവർ കിടപ്പുണ്ട്. അവിടെയാണ് സാത്താനെയും ബന്ധിച്ചിടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കാലത്തിന്റെ അന്ത്യത്തിൽ 2 വ്യക്തിത്വങ്ങൾ ഉയരാൻ പോവുകയാണ്. ഒന്നൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ മറ്റൊരാള് മത നേതാവായിരിക്കും. ഒരാഗോള ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവും ആഗോളമായ ഒരേക മതത്തിന്റെ നേതാവുമായിരിക്കും ഈ കള്ളപ്രവാചകൻ. ഈ മത നേതാവ്, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മത നേതാവ്, രാഷ്ട്രീയത്തിൽ തൽപരനായ ഈ മത നേതാവ്, ഈ രാഷ്ട്രീയ നേതാവായ എതിർ ക്രിസ്തുവിനെ അംഗീകരിപ്പാൻ ലോക മനുഷ്യരെ ചതിച്ച് ഇടയാക്കി മാറ്റും. നമുക്കിനി പെട്ടെന്ന് ഈ വിഷയങ്ങളിലേക്ക് കടന്നു പോകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ 17-ാം അധ്യായം എടുക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം. ഞാനിവിടെ കമ്പിവാചകം പോലെ മാത്രം അത്യാവശ്യമുള്ളത് മാത്രം പെറുക്കിയെടുക്കുകയാണ്. വിശദീകരിക്കാൻ നമുക്ക് സമയം പോരാ. കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് പറയണം. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ളത് എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് വിഷയത്തിൽ ഞാൻ വരാം. ഈ 17-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ സൗകര്യ ആദ്യത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചേ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരുടെ വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ ബദ്ധരാക്കിയവളായി പെരുവെള്ളത്തിൽ മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടൽ ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മതി, അവിടെ നോക്കിയാട്ടെ. 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു എതിർ ക്രിസ്തു. 7 തലയും 10 കൊമ്പും, തലയിൽ രാജമുടിയും ദൂഷണനാമവും നിറഞ്ഞ മൃഗം. ആ മൃഗത്തിന്റെ മേലൊരു സ്ത്രീ ഇരിക്കുന്നു. ആ സ്ത്രീയുടെ പേരാണ് മർമ്മം, മഹദിയാം, ബാബിലോൺ. ഇതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തിന് ദൈവം കൊടുത്ത പേരാണ് മർമ്മം, മഹദിയാം, ബാബിലോൺ. സകല വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവാണ്. മാതാവെന്ന വാക്കിൽ മാത്രം ഓർത്തോണം. അവളിൽ നിന്നാണ് ഈ മ്ലേച്ഛതകളും ഈ സകല വേശ്യാവൃത്തിയുടെയും ആരംഭം കുറിച്ചത്. അവളാണ് ജന്മം കൊടുത്തത്. അവൾക്കാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇവളാണ് മാതാവ്. ആരാണ് ഈ മാതാവ്? ആരാണ് ഈ വേശ്യ? ആരാണ് ഈ മർമ്മം, മഹദിയാം, ബാബിലോൺ? ദൈവവചനം നമ്മളെ ഒരിക്കലും
അത് ഒരു ഇരുട്ടിലിട്ടിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ദൈവമില്ലാത്ത, ക്രിസ്തുവില്ലാത്ത, ക്രിസ്തുവിന്റെ മണവാട്ടി നിർമ്മല കന്യകയാണ്. അവളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തപ്പോൾ മറുഭാഗത്ത് അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയെ പോലെ നിൽക്കുന്ന വേശ്യയായ മ്ലേച്ഛതകളുടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവില്ലാതെ എല്ലാ സഭകളും മതങ്ങളും കൂടെ ഒന്നിക്കാൻ പോവുകയാണ്. അവരാണ് ഈ പറഞ്ഞിരിക്കുന്ന മർമ്മം മഹതിയാം ബാബിലോൺ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഉൽപ്രാമണത്താൽ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. 2 ദിവസം നമ്മൾ ക്ലാസ് എടുത്തു ആ ഉൽപ്രാവണത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് തന്റെ ജനത്തെ ചേർക്കും. ഇവിടെ കയറി വരിക എന്നുള്ള മഹാശബ്ദത്തിൽ ഏത് സഭാവിഭാഗമായാലും രക്ഷിക്കപ്പെട്ടുള്ള ദൈവജനം ഭൂമിയുടെ എല്ലാ കോണുകളിൽ നിന്നും കണ്ണിമയ്ക്കുകളിൽ രൂപാന്തരപ്പെട്ട് ഈ കർത്താവിനെതിരെ മേഘങ്ങളിൽ എടുത്തുള്ളപ്പെടും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ സഭകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ടവരെ പോവുകയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കാണും. ഞാൻ ആരെയും വിധിക്കുന്നില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന അനേകർ നഷ്ടപ്പെട്ടവരാണ്. അവർ രക്ഷിക്കപ്പെടാത്തവരാണ്. എന്നാ ബ്രദറെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ചോദിക്കും. ഞാൻ എൻ്റെ മുന്നിൽ തുറന്ന വേദപുസ്തകം വെച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരു വാക്യം നോക്കാം, പറയാതിരുന്നാൽ തെറ്റാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം എടുത്താട്ടെ, അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ അത്യാവശ്യമുള്ള വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാം. 7-ാം അധ്യായത്തിന്റെ അതിന്റെ 13-14 വാക്യം നോക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്. ദൈവപുത്രൻ പറഞ്ഞ വാക്കാണ്. ജീവനിലേക്ക് കടക്കുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവുമാണ്, അത് കണ്ടെത്തുന്നവര് ചുരുക്കമാണ്. എന്നാൽ നാശത്തിലേക്കുന്ന വാതിലോ വീതിയുള്ളതാണ്, വിശാലമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശാലമായ ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സുഖമാണ്, വളരെ സുഖമാണ്. അങ്ങനെ സുഖം അനുഭവിച്ച് കഴിയുന്ന മതസംഹിതകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. വീതിയുള്ള വഴി, വീതിയുള്ള വാതില്, വിശാലമായ വഴി, അതിലൂടെ പോകുന്നത് അനേകരാണ്. ഏത് കാലഘട്ടത്തിലും രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണ്. ജീവനിലേക്ക് കടക്കുന്നവർ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കോർക്കണം. അതിന്റെ 22-ാം വാക്യം ശസ്ത്രേ ഒന്ന് വായിച്ചേ, എല്ലാവരും ഒന്ന് കേൾക്കണേ. ആ കർത്താവ് തന്നെ തുടർന്ന് പറയുകയാണ് 22-ാം വാക്യത്തിൽ, കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്തു പറയും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവപുത്രൻ മടങ്ങി വരുമ്പോൾ ഒരു വലിയ സമൂഹം എന്ന് പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതം ചെയ്തു. ആരാണിത്? ഇത് ക്രിസ്ത്യാനികളാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നവരാണ്. അവരോട് കർത്താവ് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ നെവർ ന്യൂ thee, നിന്നെ ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. യേശുക്രിസ്തു ഒരിക്കൽ അറിഞ്ഞാൽ പിന്നറിയാതിരിക്കില്ല. ഒരിക്കൽ പോലും അവൻ അറിഞ്ഞിട്ടില്ല. അവരോട് പറഞ്ഞു, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവാൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഉറപ്പുവരുത്തണം. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവീരെന്ന് പറയുന്ന വാക്ക് കേൾക്കാൻ ഒരിക്കലും ഇടയാകരുത്. ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടോ ഇവിടെ പറഞ്ഞതുപോലെ അനേക കാര്യങ്ങൾ പ്രവചിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോവില്ല. ദൈവപുത്രൻ പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. അനേകരെന്ന് വന്ന് പറയും ഇതൊക്കെ ചെയ്തെന്ന്. ഇവരാരുടെ നാമത്തിലാ ചെയ്തത്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഇത് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞതാണ്, ക്രിസ്ത്യാനിയെ കുറിച്ച് പറഞ്ഞതാണ്. എത്ര ഭയപ്പെടണം! കർത്താവ് പറഞ്ഞു,
ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ആ വാക്യം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇരുന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവപുത്രൻ പറഞ്ഞ വാക്ക്, ഐ നെവർ ന്യൂ thee, നിന്നെ ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല, ഞാൻ നീയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ദൈവപുത്രൻ പറഞ്ഞു അന്ത്യകാലത്തിൽ, എനിക്ക് എടുക്കണമെന്നേ ഓർത്തതല്ല, പക്ഷേ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു. മത്തായി 24 എടുത്താട്ടെ. കാലത്തിന്റെ അന്ത്യത്തെ കുറിച്ച് ദൈവപുത്രനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. കർത്താവ് തിരുവായി മൊഴിഞ്ഞ് ആദ്യം പറഞ്ഞത് എന്താണ്? അന്ത്യകാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? നിങ്ങളൊന്ന് നോക്കിക്കാട്ടെ. മത്തായി 24 അതിന്റെ 4-ാം വാക്യം. എന്തിനാ കർത്താവ് അത് പറഞ്ഞത്? കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ അനേകരെ തെറ്റിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ലോകാവസാനത്തിന് അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞ വാക്ക്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടം. അവിടെ കൊണ്ട് കർത്താവ് നിർത്തിയില്ല. ആരാ തെറ്റിക്കുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 11-ാം വാക്യം. ആരാ തെറ്റിക്കുന്നത്? കള്ളപ്രവാചകന്മാർ. ആരാണ് ഈ കള്ളപ്രവാചകന്മാർ? തെറ്റിദ്ധരിക്കരുത്, ഭാവിയെ കുറിച്ച് പറയുന്നവരല്ല. ആരാണിത്? പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദുരുപദേഷ്ടാക്കന്മാരാണ്. അവരാണ് ദൈവത്തിന് വേണ്ടി പ്രവചിക്കുന്ന, പറയുന്ന, സംസാരിക്കുന്ന. ആരാണ് പ്രവചിക്കുന്നവൻ? റോമർ 12 എടുക്കാൻ നിവൃത്തിയില്ല. ഒരുത്തൻ പ്രവചിക്കുന്നെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണമായിരിക്കണം. എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഒത്തവണ്ണമായിരിക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരുത്തൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നെങ്കിൽ, ഒരു പ്രൊഫറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിമി, സ്പീക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. ആ സംസാരിക്കുന്നവൻ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് വേണം സംസാരിക്കാൻ. കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അന്ത്യകാലത്ത് ആരാ തെറ്റിക്കുന്നത്? ഈ കള്ളപ്രവാചകന്മാർ, ഈ ദുരുപദേശകന്മാർ തെറ്റിക്കും. എങ്ങനാ തെറ്റിക്കുന്നത്? നിങ്ങൾ 24-ാം വാക്യം നോക്കി. 24-ാം വാക്യം. അയ്യോ, എന്നോട് ക്ഷമിക്കണേ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. കാലത്തിന്റെ അന്ത്യത്തിൽ എങ്ങനെയാ കളിപ്പിക്കുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളും. എന്തോ ബഹളമാ. നിങ്ങളൊന്ന് വാട്സപ്പ് എടുത്ത് നോക്കി. എന്തോ ഒരു ബഹളമാ. വല്ലതും നടക്കുന്നുണ്ടോ അവിടെ? ഒന്നും നടക്കുന്നില്ല. വെറുതെ മനുഷ്യനെ കളിപ്പിക്കുക. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ, ശിഷ്യന്മാർ ഇവിടെ ആയിരുന്നപ്പോൾ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് നടന്നത്. മുടന്തനെ സുഖപ്പെടുത്തി, കുരുടനെ സുഖപ്പെടുത്തി അവിടെ പ്രത്യക്ഷമായി കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു അടയാളമാണ്. സിമിയോൻ, ഇറ്റ് ഈസ് എ പോയിന്റർ. ആ അത്ഭുതം നടന്നപ്പോൾ ഇവൻ ദൈവപുത്രനാണ്. പത്രോസ് 2-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തികളിൽ വായിച്ചു. ദൈവം അവനെ കൊണ്ട് ചെയ്യിച്ച അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിങ്ങൾക്ക് കാണിച്ചു തന്ന നസറേയനായ യേശു എന്നാണ് വായിക്കുന്നത്. ഈ അടയാളങ്ങൾ നടന്നത് അവനെ കാണിച്ചു തരാനാ. എന്നാൽ ഇന്ന് മനുഷ്യൻ പണമുണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ, കീശ വീർപ്പിക്കാൻ മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ട്, വഞ്ചിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ആകമാനം ഒരിടത്തല്ല, ഈ കേരളത്തിലും വന്നു കഴിഞ്ഞു. ലോകത്തിൽ ആകമാനം ഈ പ്രസ്ഥാനം പടർന്നു കിടക്കുകയാണ്. അത് കാലത്തിന്റെ അന്ത്യലക്ഷണമാണ്. ദൈവപുത്രൻ പറഞ്ഞ വാക്ക് കണ്ടോ? ആദ്യം കാലത്തിന്റെ അന്ത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളെ ആരും തെറ്റിക്കരുതെന്ന് പറഞ്ഞു. സൂക്ഷിക്കണേ, തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇനി നോക്കാം, ഈ കള്ളപ്രവാചകനും വന്ന് ഒരുപാട് അത്ഭുതവും അടയാളവും ചെയ്യും. നമ്മൾ ഓർക്കണം, ഈ മർമ്മം മഹ്ലിയം ബാബിലോൺ, നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ഏക മതമുണ്ടാകും. ഈ മതങ്ങളൊക്കെ എവിടോട്ട് പോകുമെന്നറിയാമോ? അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടോട്ട് പോകും? നോക്കുക, എല്ലാം റോമിന്റെ കീഴിൽ വരും. അങ്ങനെ വരുമോ? ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ?
ഞാൻ ബൈബിളിന്റെ വെളിച്ചത്തിൽ മാത്രമേ പറയുള്ളൂ. നിങ്ങൾ ആ 17-ാം അധ്യായം നോക്കിയാട്ടെ. ഈ സ്ത്രീയെ ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ ഈ മർമ്മമഹ്യം ബാബിലോൺ, ഞാൻ അതിൻ്റെ വിശദീകരണം എടുക്കാം. എന്നാൽ അതിൻ്റെ പ്രാധാന്യത എൻ്റെ മനസ്സിൽ അലതല്ലുകയാണ്. കാരണം അതിൻ്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. യെസ്. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെ മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാവും. അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പഴയ എഴുത്തുകൾ എടുത്താൽ 7 മലയിൽ പണിയപ്പെട്ട പട്ടണം ഏതാണ്? റോമാണ്. അന്നത്തെ നാണയങ്ങളിലുണ്ട് 7 ഹിൽഡ് സിറ്റി. അന്നത്തെ എഴുത്തുകളിലുണ്ട് 7 മലകളിൽ പണിയപ്പെട്ട പട്ടണം. ഞാൻ ഈ വിഷയം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണുണ്ണി സാർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ബുക്ക്. മലയാളത്തിലുണ്ട്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് മേടിച്ച് വായിക്കണം. അദ്ദേഹം അത് എഴുതിയത് 2 ബാബിലോൺസ് എന്ന് പറയുന്ന ഹിസ്ലൂപ്പ് എഴുതിയ ലോകപ്രസിദ്ധമായൊരു ബുക്കുണ്ട്. ആ ബുക്കിനെ ആസ്പദമാക്കി എഴുതിയതാണ്. എൻ്റെ കയ്യിൽ ഹിസ്ലൂപ്പ് എഴുതിയ 2 ബാബിലോൺസ് എന്ന് പറയുന്ന ബുക്കുമുണ്ട്. വലിയ റിസർച്ച് ചെയ്ത് എഴുതിയ ഒരു ബുക്കാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ കൂടി വന്ന സ്ഥലസഭയിൽ നേരത്തെ ഒരു കത്തോലിക്ക മഠത്തിലെ ഒരമ്മയായിട്ടിരുന്ന ഒരു സ്ത്രീയെ അമ്മ ആ വസ്ത്രമൊക്കെ മാറ്റി അവർ പിന്നീട് വിവാഹം കഴിച്ച് ഞാൻ കൂടി വന്ന സ്ഥലസഭയിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ പ്രസംഗം, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവരെൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് വീട്ടിലോട്ടൊന്ന് വരണം, എനിക്കൊന്ന് കാണണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആട്ടെ വന്നുകൊള്ളാൻ പറഞ്ഞു. അവരും ഭർത്താവും കൂടെ വീട്ടിൽ വന്നു. അവർ വീട്ടിൽ വന്നപ്പോൾ അവർ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതിൽ പ്രസക്തമായൊരു കാര്യം ഞാൻ പറയാം. അവരൊരു കത്തോലിക്കൻ നണ്ണായിരുന്നു. അവരെ പഠിപ്പിച്ചിട്ടുള്ളതും അവർ വിശ്വസിക്കുന്നതും യോഹന്നാന്റെ സുവിശേഷം 10:16 വായിച്ച് ആ വാക്യം എന്നോട് പറഞ്ഞു മനസ്സിലാക്കാനായി കത്തോലിക്ക അമ്മയായിരുന്ന ആ സഹോദരി എൻ്റെ വീട്ടിൽ വന്നത്. 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എന്റെ ശബ്ദം കേൾക്കും. അടുത്തത്, ഒരു ആട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ഈ അമ്മ എന്നോട് പറഞ്ഞു, ഇപ്പോൾ അവരമ്മയല്ല, അവരെന്നോട് പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിച്ചത് മതങ്ങളെല്ലാം പോപ്പിന്റെ കീഴിൽ വരും, ഒരിടയന്റെ കീഴിൽ എല്ലാ ആട്ടിൻകൂട്ടവുമാകും. അവരെ പഠിപ്പിക്കുന്നതാണ്, അവര് വിശ്വസിച്ചിരിക്കുന്നതാണ്. അവര് പറയുന്നത് നവോത്ഥാനം ഉണ്ടായത് 1517 നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിൽ റിഫോർമേഷൻ ഉണ്ടായത്. അവർ പറയുന്നത് റിഫോർമേഷൻ ഈസ് എ റിബല്യൻ അഗൈൻസ്റ്റ് ദ ചർച്ച്. സഭയ്ക്കെതിരായിട്ടുള്ളൊരു മറുതലിപ്പാണ്, ഈ റിബല്യനാണ് ഈ റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ഈ റിബൽസ് അവരുടെ ഈ റിബല്യനെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നിക്കാം, ഞങ്ങളുടെ കൂടെ അവർക്ക് മുന്നോട്ട് പോകാം. ഇതാണ് അവർ ആവശ്യപ്പെടുന്നത്, ഇതാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിലും നോക്കുന്നുണ്ട്, ഓടിച്ച് നമുക്ക് നോക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മതങ്ങളെ ഒന്നിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രവർത്തിക്കുന്നത് പോപ്പാണ്. ഇപ്പോഴത്തെ പോപ്പിന് മുന്നിൽ ഒരു പോപ്പ് ഉണ്ടായിരുന്നു, പോപ്പ് പോൾ II. അദ്ദേഹത്തെ കുറിച്ചുള്ളത് ഞാൻ കുറിച്ചു വെക്കുകയുണ്ടായി. അദ്ദേഹം ജോൺ പോൾ II, അദ്ദേഹം ഒരു ഏകലോക ഗവൺമെന്റിനു വേണ്ടിയും ഒരേകലോക മതത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി
വളരെ പ്രവൃത്തികൾ നടത്തി. ചുരുക്കി പറയാം, ആ പ്രവൃത്തികൾ നടത്തിയതിൻ്റെ ഫലമായി വലിയ ഡയലോഗുകൾ, വലിയ സംഭാഷണങ്ങൾ മതങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ, ഇംഗ്ലണ്ടിലുള്ള ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ തലവനാണ്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പോപ്പുമായിട്ട് 1989 കണ്ട ശേഷം അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരു കൈ ഇങ്ങനെ തൻ്റെ കൈ ഉയർത്തിയിട്ട് ഒരു മോതിരം കാണിച്ചു. ഇത് പോപ്പ് തൻ്റെ കയ്യിലിട്ട മോതിരമാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് വിവാഹ മോതിരമല്ല, ഇത് എൻഗേജ്മെൻ്റ് മോതിരമാണ്. എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും കൂടെ ഒന്നിക്കുവാനായിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് റിങ്ങാണിത്. ഡയലോഗുകൾ നടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവിടെ കൊണ്ട് ഡയലോഗ് നിൽക്കുകയല്ല. ഈ ഡയലോഗിനെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ ഓർക്കണം, മറ്റു മതങ്ങളെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മറ്റു മതങ്ങൾ, ഞാൻ ഓർപ്പിക്കട്ടെ, 2008 ജൂലൈ സ്പെയിനിലെ മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സൗദി അറേബ്യയുടെ രാജാവ് കിങ് അബ്ദുള്ള, അദ്ദേഹത്തിന് മെക്കയുടെയും മെദീനയുടെയും കസ്റ്റോഡിയനാണ്. ഇസ്ലാമിക് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സൗദിയിലെ രാജാവ്. കാരണം അവരുടെ പുണ്യഭൂമിയായ മെക്കയും മെദീനയും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ സ്പെയിനിലൊരു സ്ഥലത്ത് ഏതാണ്ട് 300-ലധികം മത നേതാക്കന്മാരുള്ള ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം അതിൻ്റെ ഈ സൗഹൃദിരിക്കുന്ന പോലെ മീറ്റിംഗ് ചെയർ ചെയ്യുകയാണ്. അവിടെ ബുദ്ധിസ്റ്റ് സന്യാസിമാരുണ്ട്, ഹിന്ദുക്കളെ ഗുരുക്കന്മാരുണ്ട്, സിഖുകാരുണ്ട്, സൗരാഷ്ട്രിയൻസ് വന്നിട്ടുണ്ട്, യഹൂദ റബി വന്നിട്ടുണ്ട്, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ അബ്ദുള്ള രാജാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ അതുപോലെ അങ്ങ് വായിക്കാം. വി ഓൾ ബിലീവ് ഇൻ വൺ ഗോഡ്. നമ്മളെല്ലാം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഹൂ സെൻഡ് മെസ്സഞ്ചേഴ്സ് ഫോർ ദ ഗുഡ് ഓഫ് ഹ്യൂമാനിറ്റി ഇൻ ദ വേൾഡ് ആൻഡ് ഹിയർ ആഫ്റ്റർ. ഈ ലോകത്തിലേക്ക് ദൂതന്മാരെ അല്ലെങ്കിൽ ദൂതുമായി അയച്ചവരെ, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അയച്ച ദൈവമായ ഏക ദൈവത്തിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. ഒരു മുസ്ലിം ഭരണകർത്താവ്, അതും സൗദിയിലെ രാജാവ് പറഞ്ഞതാണ്. എന്നെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 2019 വലിയൊരു സംഭവം ഉണ്ടായി. പോപ്പ് ഫ്രാൻസിസ് അബുദാബിയിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ ഗ്രാൻഡ് ഇമാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ തലവനായ ഇമാം, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് അൽ തയ്യിബ് എന്നാണ്. മുഹമ്മദ് അൽ തയ്യിബും പോപ്പ് പോളും കൂടെ ഒപ്പുവെച്ചു. ഒരു വലിയ നിബന്ധനയിൽ ഒപ്പുവെച്ചു ഒരു ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റിൽ ഒപ്പുവെച്ചത് എന്താണെന്നറിയാമോ? അതായത് ഹ്യൂമൻ ഫെർട്ടിലിറ്റി, അതായത് സാഹോദര്യ ബന്ധത്തിൽ മതങ്ങളെല്ലാം കൂടെ ഒന്നിക്കാൻ ഒരു ഇസ്ലാമിൻ്റെ ഇമാമും കത്തോലിക്ക സഭയുടെ പോപ്പും കൂടെ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചതിൻ്റെ ഫലമായി 2020 അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ്, അതായത് UAE ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും ഒക്കെ ആയിട്ട് സമാധാനത്തിലേക്ക് വന്നെന്ന് മാത്രമല്ല, അബുദാബിയിൽ ഒരു ദ്വീപുണ്ട്, സാദിയ തായ്ലൻഡ് എന്ന് പറയും. ഈ സാദിയ തായ്ലൻഡിൽ 3 മതങ്ങളുടെ, അതായത് മുസ്ലിങ്ങളുടെ മോസ്ക്, യഹൂദന്റെ സിനഗോഗ്, ക്രിസ്ത്യാനിയുടെ പള്ളി, ഈ 3 മതങ്ങളുടെ പ്രാർത്ഥനാലയം സാദിയ തായ്ലൻഡിൽ പണിതുയർത്തി. ഏക മതത്തിനു വേണ്ടി ഇപ്പോൾ അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു. പാട്ടെഴുതി ഉണ്ടാക്കി ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്ത്യ മതത്തിൽ നിന്നും യഹൂദ മതത്തിൽ നിന്നുമുള്ളവര് അവർ പാട്ടെഴുതി ഉണ്ടാക്കി ഈ ഏക മതത്തിനു വേണ്ടി, ഏക സാഹോദര്യത്തിനു വേണ്ടി ഉള്ള പാട്ട് എഴുതി ഉണ്ടാക്കി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിനി പത്രമെടുക്കുകയാണ്. ഈ പത്രങ്ങൾ ഏതാനും ദിവസം മുമ്പ് മനോരമയിൽ വന്ന വാർത്തയാണ്. ഏതാനും ദിവസം എൻ്റെ കയ്യിലിരിക്കുന്ന പത്രങ്ങൾ, അതായത് ഡിസംബർ, ഈ മാസം 3-ാം തീയതി വന്നതും
ഡിസംബർ 2-ാം തീയതി വന്നതും ഈ മാസം ഡിസംബർ 1-ാം തീയതി വന്നതുമാണ്. എന്താ സംഭവം എന്ന് ഞാൻ പറയാം. മാനവികതയ്ക്കായി ഒന്നിക്കാം, മാനവികതയ്ക്കായി ഒന്നിക്കാം. മാർപ്പാപ്പ ആ വലിയ തലക്കെട്ടാണ്. സംഭവം എന്നാണെന്നറിയാമോ? ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, നമ്മുടെ ശിവഗിരി മഠത്തിൽ നിന്ന്, ഇവിടെ നിന്ന് അതിൻ്റെ സന്യാസിമാർ വത്തിക്കനിൽ പോയി പോപ്പുമായിട്ട് കണ്ട് അവിടെ മീറ്റിംഗ് നടക്കുകയാണ് ഒരു മതത്തിനു വേണ്ടി. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു മതം, ഒരു ദൈവം, ഒരു ജാതി. അതിൻ്റെ പൂർത്തീകരണം ദേ വരുന്നു. ഞാൻ വായിക്കാം, ചിലത് വായിക്കാം. യെസ്, മാനവികതയുടെ മതസൗഹാർദ്ദം, അവകാശങ്ങൾ, കടമകൾ, മാന്യതകൾ തുടങ്ങി എല്ലാറ്റിലും തുല്യമായ ഏകോദര സഹോദരങ്ങളായി സ്നേഹത്തിൽ ജീവിക്കാനാണ് ദൈവം എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്. 2019 ഫെബ്രുവരി 4 അബുദാബിയിൽ അൽ അസൽ ഗ്രാൻഡ് ഇമാം അഹമ്മദ് അൽ തയ്യിബിന് ഞാൻ, അതായത് പോപ്പ് പറയുക, ഞാൻ ഒപ്പുവെച്ചു ലോക സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള കൂട്ടായ്മയുടെ രേഖയാണ് ഒപ്പുവെച്ചത്. മതങ്ങളെ ഒന്നിപ്പിക്കുവാൻ നമ്മുടെ കേരളത്തിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ശിവഗിരി മഠത്തിൽ നിന്ന് അവർ പോയി. ഏതാനും ദിവസത്തെ മീറ്റിംഗ് അവിടെ നടന്നു. ശ്രീനാരായണ ഗുരു എഴുതിയ ബുക്ക് മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. ഇതിനകത്ത് ആരൊക്കെ പങ്കെടുത്തെന്നറിയാമോ? ചുരുക്കി പറയാം, എൻ്റെ കയ്യിലുള്ള പടം മനോരമയിൽ വന്ന പടമാണ്. ഇവിടെ സാദിഖാലി തങ്ങളും മാർപ്പാപ്പയുമായി അവിടെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ മഠത്തിലുള്ളവർ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞു നോക്കുക, ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം പ്രാർത്ഥന എല്ലാ ഭാഷയിലും മൊഴിമാറ്റി പ്രസിദ്ധീകരിച്ചു. ലോക സമാധാനത്തിനും മതചിന്ത വെടിഞ്ഞ് നോക്കണം, ലോക സമാധാനത്തിന് മതചിന്ത വെടിഞ്ഞ് എല്ലാ മനുഷ്യരും പ്രവർത്തിക്കണമെന്ന ആഹ്വാനത്താൽ വത്തിക്കനിൽ ശിവഗിരി സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൽ പരിസമാപ്തിയായി. നല്ല മനുഷ്യത്വത്തിനായി മതങ്ങൾ ഒരുമിക്കണം എന്ന സമ്മേളനം, എന്ന സമ്മേളനത്തിൽ എല്ലാ രാജ്യങ്ങളിലും മതമേലക്ഷ്യന്മാരെ എത്തിക്കണം. ആത്മീകതയും സമാധാനവും. ഇനിയും ഇവിടെ കേരളത്തിൽ ആലുവയ്ക്കടുക്കത്തെ ശിവഗിരിയിൽ നിങ്ങൾ കേട്ടോണം, ശിവഗിരിയിൽ സർവമത ആരാധനാ കേന്ദ്രം സ്ഥാപിക്കും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പ്രാർത്ഥനാ കേന്ദ്രവും ധ്യാന മണ്ഡപവും ഉൾപ്പെടെ ലോക നിലവാരമുള്ള മന്ദിരങ്ങൾ രൂപരേഖയുടെ സമർപ്പണം ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിച്ചു. ഇവിടെ ശിവഗിരിയിൽ 3 മതങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് കൊടുത്തു. അതിൻ്റെ ചിത്രം പോലും ഇതിനകത്തുണ്ട്. എനിക്കെല്ലാം വായിക്കാൻ നിവൃത്തിയില്ല. ഇത് നിസ്സാര വാർത്തയാണോ? ഇത് നിസ്സാര വാർത്തയാണോ? എന്തുകൊണ്ടാണ് നമ്മൾ പാർക്കുന്ന കേരളത്തിൽ നിന്ന് പോലും ഈ സർവമതത്തിനു വേണ്ടി ആളുകൾ ഓടുന്നത്? സൗഹാർദ്ദം, സമാധാനം, ഐശ്വര്യം, മനുഷ്യൻ ഒന്നിച്ചു പാർക്കണം. മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഓർക്കണം, ക്രിസ്ത്യൻ സഭ ഉപദേശത്തോടുള്ള ബന്ധത്തിലാണ്. കത്തോലിക്കർ പറഞ്ഞു, അതായത് രക്ഷയെക്കുറിച്ചുമൊക്കെയുള്ള അതിൻ്റെ ആധികാരികമായ ഒരു കാര്യം തീരുമാനിക്കേണ്ടത് വേദപുസ്തകമല്ല, പോപ്പും അവരുടെ കൗൺസിലുമാണ് തീരുമാനിക്കേണ്ടത്. പ്രോട്ടസ്റ്റന്റ്സുകാർ പറഞ്ഞു, അല്ല, ബൈബിളാണ് ആധികാരികമായിട്ടുള്ളത്. പ്രധാനപ്പെട്ട അകൽച്ച ഇത് രണ്ടും കൂടെയായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ഓർക്കണം, പ്രോട്ടസ്റ്റന്റ് സഭകളുടെ ചില സംഘടനകളുണ്ട്. ഒന്ന് എക്യൂമെനിക്കൽ മൂവ്മെന്റ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും അതിനകത്ത് കാണും. ആയിക്കോട്ടെ, ഞാൻ പറയുന്നതൊന്ന് കേട്ടാൽ മതി. എക്യൂമെനിക്കൽ മൂവ്മെന്റ്, എക്യൂമെനിസം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്നാ? ഐക്യുമെനി എന്ന് പറഞ്ഞാൽ ഇൻഹാബിറ്റഡ് വേൾഡ് എന്നാണ്, ഈ ലോകത്തിൽ പാർക്കുന്നവരെന്നാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 1948 ആംസ്റ്റർഡാമിൽ
ആദ്യത്തെ എക്യുമെനിക്കൽ മീറ്റിംഗ് കൂടി അസംബ്ലി 48-ലാണ്. നമ്മൾ ഓർക്കണം, ഇസ്രായേൽ സ്വതന്ത്രമാകുന്നതും 48-ലാണ്. അവിടെ അവരുടെ മോട്ടോ എന്താണെന്നറിയാമോ? വൺ വേൾഡ് വൺ ചർച്ച്. എക്യുമെനിസത്തിന്റെ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ അവരുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ വൺ വേൾഡ് വൺ ചർച്ച്, ഒരു ലോകം ഒരു മതം. പ്രോട്ടസ്റ്റൻസുകാര്, നിങ്ങൾക്കറിയാം പ്രോട്ടസ്റ്റൻസുകാരെ, അവരെങ്ങനെ ഈ കത്തോലിക്കരോട് ചേരും? എന്ത് സംഭവിച്ചെന്നറിയാമോ? ഉപദേശത്തുള്ള ബന്ധത്തിലാണ് പ്രോട്ടസ്റ്റന്റുകാർ മാറി നിന്നത്. ഇനി ഞാൻ പറയുന്നത് കേൾക്കുക. 1982 നോർത്ത് അമേരിക്ക, അതായത് അമേരിക്കയിലെ ഒരു സർവേ നടത്തി. ജെഫ്രി ഹാഡൻ എന്ന് പറയുന്ന ഒരാള് 10,000 പ്രോട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സിന്റെ മധ്യത്തിൽ, എന്ന് പറഞ്ഞാൽ കത്തോലിക്കരുടെ മധ്യത്തിലല്ല, 10,000 സഭയെ നയിക്കുന്ന, സഭാ നേതൃത്വം കൊടുക്കുന്നവരെ പരിശോധിച്ചു. ചില ക്വസ്റ്റ്യൻ ആൻസർ അദ്ദേഹം എഴുതി, അതിൻ്റെ മറുപടി മേടിച്ചു. ഞാനത് വായിച്ചു, ഞാൻ ചിലത് കുറിച്ചെടുത്തു. ആദ്യത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നോ യേശുക്രിസ്തു ദൈവമാണെന്ന്? 45% പാസ്റ്റേഴ്സ് പറഞ്ഞു അല്ല. പ്രോട്ടസ്റ്റന്റ് സഭയെ നയിക്കുന്ന പാസ്റ്റേഴ്സാണ്. അമേരിക്കയിലെ 10,000 പ്രോട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റേഴ്സിന്റെ മധ്യത്തിൽ സർവേ നടത്തിയപ്പോൾ 45% അവർ എഴുതി കൊടുത്തു, യേശുക്രിസ്തു ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവരാ സഭയെ നയിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ബൈബിള് ദൈവവിശ്വാസ്യമാണോ? യേശുക്രിസ്തു ദൈവപുത്രനാണോ? 80% പറഞ്ഞു അല്ല. തീർന്നില്ലേ? യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? 36% പാസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നില്ലേ. എന്താ ഇങ്ങനെ? ഈ പ്രോട്ടസ്റ്റന്റ് സഭകൾ എന്താണ് ഇങ്ങനെ? എന്താണെന്ന് ഞാൻ പറയാം. ഇത് മുമ്പ് കൂട്ടി ദൈവം പറഞ്ഞിട്ടുണ്ട്. സൗരി 1 തിമോഥെയോസ് എടുത്ത് ഒരു വാക്യമെങ്കിലും ഒന്ന് വായിക്കാം. വളരെ വ്യക്തമായി ദൈവം നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞെന്ന് നോക്കി. 1 തിമോഥെയോസ് 4 ആദ്യത്തെ 2 വാക്യം. 1 തിമോഥെയോസ് 4 ആദ്യത്തെ 2 വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശികളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ അവിടത്താൽ വിശ്വാസം ത്യജിച്ചു. ഭാവി കാലത്ത്, in the later days, some will depart from the faith. വിശ്വാസത്തിൽ നിന്ന് അവർ മാറും. പ്രോട്ടസ്റ്റന്റ് സഭകളിൽ നിന്ന്, ഇവിടെ നിന്ന്, വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് മാറുകയാണ്. ഞാൻ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ പാശ്ചാത്യ രാജ്യത്ത് പോയി നോക്കുക. ഞാൻ ഓസ്ട്രേലിയയിലും മറ്റ് യാത്ര ചെയ്തപ്പോൾ പൂട്ടിയിട്ട ആരാധനാലയത്തിന് മുന്നിൽ ഞാൻ നിന്നിട്ടുണ്ട്. പൂട്ടിയിട്ട ആരാധനാലയം. ഇംഗ്ലണ്ടിൽ പല ആരാധനാലയം, ആംഗ്ലിക്കൻ ചർച്ചിന്റെ ആരാധനാലയം മോസ്കുകളാക്കി മാറ്റി. ആരാധിപ്പാൻ ആളുകളില്ല, ചെറുപ്പക്കാരില്ല. അമേരിക്കയിലെ സ്ഥിതിയും ഇത് തന്നെ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആകമാനം വിശ്വാസത്തിന്റെ ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൽ കൃത്യമായി പറഞ്ഞു. 2 തിമോഥെയോസ് 4 എടുത്താട്ടെ. 2 തിമോഥെയോസ് 4 അധ്യായത്തിന്റെ 3-4 വാക്യം നോക്കിയേ. അവർ പഥ്യോപദേശം പൊറുക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളത്, അവരുടെ ചെവിക്ക് ഇമ്പമുള്ള പ്രാസംഗികരെ വേണം. അവർക്ക് യഥാർത്ഥ വചനം പ്രസംഗിക്കുന്ന, സത്യോപദേശം പ്രസംഗിക്കുന്നവരെ വേണ്ട. ഭാവി കാലത്ത് ഇത് സംഭവിക്കും. ഇത് സംഭവിച്ചു കഴിഞ്ഞു. പ്രാവിനെ പോൽ 2 ചിറകുണ്ടെന്നാകിൽ ഞാൻ ശീഘ്രം എത്തും പറന്നിന്റെ മണവാളൻ സന്നിധോ.
സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും